നമസ്കാരം പ്രിയപ്പെട്ടവരെ, എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ, അതായത് ഈ ചേർത്തല ഈ കുഴിമന്തി വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് എനിക്ക് ഒരുപാട് പേര് ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചിട്ട് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് എൻ്റെ മതത്തെക്കുറിച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഹൈന്ദവ മതവിശ്വാസങ്ങളെക്കുറിച്ചോ ക്രൈസ്തവ മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്ക് അതിനകത്ത് ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ അത്രയും വലിയ ഒരു പാണ്ഡിത്യമുള്ള ആളോ അല്ലെങ്കിൽ ബൈബിളോ ഭഗവത്ഗീതയോ അങ്ങനെ വലുതായിട്ട് വായിച്ചൊരു അറിവുള്ള ഒരാളൊന്നുമല്ല. ഈ കുഴിമന്തിക്കടയിൽ വിഷുവുമായി ബന്ധപ്പെട്ട് കണ്ണൻ്റെ പടവും വെച്ച് ഈ കുഴിമന്തിയുടെ ചിത്രവും വെച്ച് ചെയ്ത പരസ്യം പക്കാ പോക്കൃത്തരമാണ്, ചെറ്റത്തരമാണ്. ഇവന്മാർ കാണിച്ചത് 100 വട്ടമല്ല 1000 വട്ടം നമ്മളത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഈ 9 പേര് കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരത്തിന് ഇന്നിവിടെ ഒരു സമുദായം ചോദ്യചിഹ്നം പോലെ നിൽക്കുകയാണ്. ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് അവർ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു ചില ആളുകൾ കമന്റിൽ ബോക്സ് വന്നിട്ട് പറയുന്നുണ്ട് അവരതിൻ്റെ ഒരു പരസ്യത്തിന് വേണ്ടി അവർ ചെയ്തതാണ്, അവർ ഇത്രയും വിചാരിച്ചില്ല അല്ലെങ്കിൽ അവരിത്രയും ചിന്തിച്ചിട്ടില്ല എന്ന്. പക്ഷേ ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് ചിന്തിക്കണമായിരുന്നു. ഇന്നത്തെ കാലഘട്ടം, അതായത് നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം വളരെ അപകടം പിടിച്ച രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചെന്നായി കൂട്ടം നമ്മുടെ ചുറ്റുമുണ്ട്. അത് കൃത്യമായ രീതിയിൽ അതവർ വിനിയോഗിച്ച് ഇന്റർനാഷണൽ ലെവൽ വരെ ഈ ഒരു വാർത്ത അവർക്ക് എത്തിക്കാൻ സാധിച്ചു. ഇപ്പം അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ കുഴിമന്തി കടയിലേക്ക് മാർച്ചുമായിട്ട് വന്നിട്ടുള്ള സംഘപരിവാറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ വാർത്ത പറയുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും എതിരെ കേസെടുക്കുമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില ഓൺലൈൻ വേട്ടാവളിയന്മാരും ഉണ്ട്. ഈ ഒരു വിഷയത്തെ പൊലിപ്പിച്ച് വർഗീയപരമായിട്ടുള്ള വിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ള ഒരുപാട് ചെറ്റ മാധ്യമ പ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ഈ ചലം ചാനൽ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്മാരും. ഫസൽ കാരാട്ട് എന്ന് പറയുന്ന മുസംഗി വെട്ടാവളിയൻ, ആർപ്പിക് എന്ന് പറയുന്ന ക്ലോസറ്റ്, ഇവർ ചില വൃത്തികെട്ടവന്മാര് ഈ ഒരു വാർത്തയെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹാർപ്പിക് എന്ന് പറയുന്ന ഈ ഒരു വേട്ടാവളിയൻ നമ്മുടെ രാഹുൽ ഈശ്വരുമായിട്ട് ഒരു ചർച്ചയിൽ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ ഈ ചാനലിന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്നും ഇതിനകത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവനെ കാലേവാരി നിലത്തടിക്കാൻ നല്ല ആൺകുട്ടികൾ ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോകുന്നുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ പറയിപ്പിക്കുന്നത് ഇവനെ പോലുള്ള ഊളകളാണ്. നമുക്കെന്തായാലും ഈ സ്വാമിജി പറയുന്നതെന്ന് കേട്ടിട്ട് നമ്മുടെ രാഹുൽ ഈശ്വരും ഈ ഹാർപ്പിക്കും തമ്മിലുള്ള ഒരു ഡിബേറ്റ് വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടുപോകാം. രാമനും ലക്ഷ്മണനും ഒക്കെ ധാരാളം മാംസം കഴിച്ചത് കാണാനുണ്ട്. വാൽമീകി രാമായണമാണല്ലോ ആധികാരികമായ പ്രാമാണികമായ രാമായണം. വാൽമീകി രാമായണമാണ് രാമൻ്റെ ജീവചരിത്രം സ്പഷ്ടതമായി നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭിക്കുന്നത്. വാൽമീകി രാമായണം വായിച്ചു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും രാമനും ലക്ഷ്മണനും ഒക്കെ ധാരാളം മാംസം കഴിച്ചത് കാണാനുണ്ട്. കുറച്ചൊന്നുമല്ല, ഇത്രയ്ക്കൊക്കെ വേണമെന്ന് വരെ നമുക്ക് തോന്നണം. അത്രയ്ക്ക് അളവിൽ ലക്ഷ്മണൻ കൊണ്ടുവരും. കാരണം ഒരിക്കലും ചേട്ടനും അമ്മയ്ക്കും അച്ഛനുമാണല്ലോ, രാമനും സീതയ്ക്കും ഒരു കുറവുണ്ടാവരുത്. അപ്പോൾ ആവശ്യത്തിലധികം പിടിച്ച് ജന്തുക്കളെ കൊണ്ടുവരുന്നതായിട്ട് പറയുന്നുണ്ട്. എന്താ കുഴപ്പം? ഇത് മാംസം കഴിക്കാൻ പാടില്ലേ? മാംസാഹാരമൊക്കെ മഹാപാതകമാണെന്നുള്ള രീതിയിൽ പ്രചരണം കൊടുത്തു. നല്ല രസമാണ്. ഗീതാപ്രസിൻ്റെ പുസ്തകമൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ രാമായണമൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് ആ മാംസം എന്നുള്ളതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചൊരു പച്ചക്കറിയാണ്, പഴമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പെടുന്ന പാട്. അതേ സമയത്ത് മഹിഷം, വരാഹം എന്നൊക്കെ പറഞ്ഞാൽ പോത്ത്, പന്നി എന്നൊക്കെ തന്നെയാണ് അർത്ഥം. അതൊക്കെ വ്യാഖ്യാനിച്ചു. മഹിഷം എന്ന് പറഞ്ഞാൽ വേറെന്തൊരു സാധനമാണ്, വരാഹം എന്ന് പറഞ്ഞാൽ വേറെ എന്തോന്നാണൊക്കെ വ്യാഖ്യാനിക്കാൻ പോകുന്നത് എന്തിനാ? ഇനി അതിനെ കൊന്ന് മുറിച്ച് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച് വെറുതെ വഷളം വയ്യ. ഒരു വന്യമായ ജീവിതക്രമമായിരുന്നു അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാജാവായപ്പോഴോ രാജാവിന് ഉചിതമായ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇന്നും നമ്മൾ ബംഗാളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ പൂജകന്മാർ, തന്ത്രിമാർ എല്ലാവരും 99.9% പേരും മത്സ്യം കഴിക്കുന്നവരാണ്. മത്സ്യത്തിന് എന്താ കഴിക്കുക? പൂവാണോ അല്ല മുട്ടോ ഇലയോ? എന്താ കഴിക്കുക? മത്സ്യത്തിന് എന്താ കഴിക്കുക? മത്സ്യത്തിൻ്റെ മാംസമാണ് കഴിക്കുന്നത്, വേറെ എന്താ കഴിക്കുന്നത്? പൂജിക്കാൻ പോകുമ്പോൾ മീൻ പിടിച്ചിട്ടാണെങ്കിൽ കൊണ്ടുപോയി അമ്പലത്തിൻ്റെ മുമ്പിലൂടെ വെച്ച് അകത്ത് പോയി പൂജയൊക്കെ കഴിഞ്ഞ് മീൻ കൊടുത്ത് പോയി കറി വെച്ചിട്ടുണ്ടാക്കും. അതവർ ഹിന്ദുക്കളല്ലേ? വിവേകാനന്ദ സ്വാമികളൊന്നും ഹിന്ദു അല്ലേ? സ്വാമികളെ മത്സ്യം കഴിക്കുന്ന ആളാണ്.
കേരള സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിജയമല്ലേ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞത്? അവർ തെറ്റായ ഒരു പോസ്റ്റർ കൊണ്ടുവന്നു. 100%, ഒരുപക്ഷെ 99% സാധാരണ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതിനെ തള്ളി പറഞ്ഞു. ഹിന്ദു സെന്റിമെന്റ്സിനോടൊപ്പം നിന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന 90-99% മുസ്ലിം പ്രൊഫൈലുകളിൽ നോക്കിയാൽ അവൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അവനെ കടുത്ത രീതിയിൽ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു മുസ്ലിം സാറിനോട് പറഞ്ഞു, ശിക്ഷിക്കൊന്നും വേണ്ട, അവൻ ഓൾറെഡി നിയമ നടപടി നേരിടണം, പക്ഷേ ഒരുപക്ഷെ ബോധപൂർവ്വം ചെയ്തതായിരിക്കില്ല. അപ്പോ കേരളത്തിന്റെ ബോധപൂർവ്വം അല്ലെങ്കിൽ ഇവന്റെ ബോധം എവിടെയാണ് രാഹുൽ നടക്കുന്നത്? എന്ത് ബോധമാണിത്? എന്ത് ബോധപൂർവ്വമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു? എങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് ബോധപൂർവമല്ല എന്ന്? ഇവിടെ ഒരു സാഹിത്യ സൃഷ്ടിയിലെ ഒരു വാക്ക് ഒരു കഥാപാത്രത്തിന്റെ ഉപയോഗിച്ചപ്പം ഒരു അധ്യാപകനെ റോഡിലിട്ട് വെട്ടിനുറുക്കിയ നാടാണിത്. നിങ്ങൾ എന്താ ബോധമില്ലാഞ്ഞിട്ടാണ് പറയുന്നത്? ബോധപൂർവമല്ല എന്ന് പറയുന്നത്? മറുപടി പറയട്ടെ. ഇനി അങ്ങ് മറുപടി കേൾക്കൂ. ഇത് യഥാർത്ഥത്തിൽ ബോധപൂർവമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ, ആ ഹിന്ദു മുസ്ലിം സ്പർദ്ധ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷെ ഇതുപോലുള്ള രാഹുൽ പറയട്ടെ, അദ്ദേഹത്തിന് വാദം പറയട്ടെ. മഞ്ജുഷ് ഒരു കാര്യം ഓർത്തു നോക്കുക, എന്നെക്കാട്ടി സൗണ്ട് ആരും ഓടില്ലല്ലോ. പ്രത്യേക സൗണ്ട് ബോക്സ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് പോണം മിസ്റ്റർ. രാഹുൽ പറയട്ടെ. അയാളെ കണ്ടി വലിയ സൗണ്ട് ബോക്സ് ആർക്കും ഇല്ല. നിങ്ങൾക്ക് പ്രത്യേകം ഉണ്ടാക്കിയ സൗണ്ട് ബോക്സ് ആണല്ലോ. അദ്ദേഹം പറഞ്ഞു അല്ല, രാഹുൽ ഇവിടെ താങ്കൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം താങ്കൾ ഈ പോസ്റ്റർ ഉണ്ടാക്കിയവരെ ന്യായീകരിക്കുന്നു എന്നോ? അല്ല ബാബു ഒന്ന് വെറുതെ ഇരിക്കുക. രാഹുൽ താങ്കൾ ഈ പോസ്റ്റർ ഉണ്ടാക്കിയവരെ ന്യായീകരിക്കുന്നു എന്നുള്ള ആരോപണമാണ് താങ്കൾക്കെതിരെ വന്നിരിക്കുന്നത്. മഞ്ജുഷിന്റെ വാദം മുമ്പോട്ട് വെക്കട്ടെ. എന്റെ വാദം എന്താണ്? 100% തെറ്റായ ഒരു കാര്യം ഉണ്ടായി. അതിന് അവര് മാപ്പ് പറഞ്ഞു, പോലീസ് നടപടി എടുത്തു. ഈ നാട്ടിലുള്ള എല്ലാ മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസികളും ഒരുമിച്ച് നിന്നതിനെ എതിർത്തു. എന്റെ സുഹൃത്തു കൂടിയായ ശ്രീ ആരിഫ് ഹുസൈൻ അടക്കമുള്ള കൊണ്ടുപേർ മാത്രമാണ് ഇതിനെ അനുകൂലിച്ചെങ്കിലും പോസ്റ്റ് ഇട്ടത്. എനിക്ക് രണ്ട് വാദങ്ങളെ ഉള്ളൂ. 100% ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റും ഹിന്ദു വിശ്വാസിയും കൃഷ്ണ ഭക്തനുമാണ്. എന്റെ മോന്റെ പേര് പോലും യാഗം എന്നാണ്. എന്റെ മോന്റെ പേര് പോലും യാഗം എന്നാണ്. ഗോഡ്സേവാദികൾ എന്നെ ഹിന്ദു എന്താണെന്ന് പഠിപ്പിക്കണ്ട. സാബു പ്രസാദിനോടാണ്, ബാബുചാണ്ടോടല്ല. എന്നെ ഗോഡ്സേവാദികൾ എന്താണ് ഹിന്ദു രാഹുൽ 2 മിനിറ്റ് താങ്കൾ പറയൂ. താങ്കൾ വാദം പൂർത്തിയാക്കും. ഇനി ആരും ഇടപെടില്ല. 2 മിനിറ്റ് പറഞ്ഞോളൂ. ശരി, 2 വാദങ്ങളേ ഉള്ളൂ. ഈ വിഷയത്തിൽ 99% മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മൾ ഹിന്ദുക്കളെ അനുകൂലിച്ചു. എതിർത്തത് എന്റെ സുഹൃത്തായ ശ്രീ ആരിഫ് ഹുസൈനെ പോലുള്ളവർ മാത്രമാണ്. അവരെല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കണം ഒരു പൊസിഷൻ എടുത്തു. ആ പൊസിഷനെ ഞാൻ ബഹുമാനിത്തോടെ വിയോജിക്കുന്നേ ഉള്ളൂ. ഇതിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും ദൈവപുത്രനായ യേശു ക്രിസ്തു ആണെങ്കിലും നമ്മുടെ ഭഗവാനായ ശ്രീകൃഷ്ണനാണെങ്കിലും മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനാണെങ്കിലും സ്വാമി അയ്യപ്പനാണെങ്കിലും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കാത്തത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന വകുപ്പ് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഹൈന്ദവ സന്യാസി പറയുന്നത് കൊണ്ട് വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പഠിച്ച ജ്ഞാനത്തിൽ അറിവിൽ നിന്നാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ ഒരു പോസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ശ്രീരാമൻ ലക്ഷ്മണനും മാംസം തിന്നുന്നതായിട്ടുള്ള ഒരു പോസ്റ്റും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനും ഈ സ്വാമിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഈ സമരവും കോപ്പുമായിട്ട് ഇറങ്ങിയിട്ടുള്ള സംഘിയോളികളെ നിങ്ങൾ ഇതിന് മറുപടി പറയണം. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന് മറുപടി നിങ്ങളാണ് പറയേണ്ടത്. ഈ ഒരു വിഷയത്തിൽ ഇത്രയധികം സംസാരിക്കാനും ഇത്രയധികം പോപ്പുലർ ആക്കേണ്ടയും വല്ല കാര്യമുണ്ടോ? അപ്പം ഇവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം അത് അവർ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ പച്ച വർഗീയത പറഞ്ഞ് ഇവിടുത്തെ ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസൽമാനെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ചില വേട്ട പട്ടികളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടിട്ടുള്ള ഈ ഹാർപ്പിക് എന്ന് പറയുന്ന ഈ ഒരു സെപ്റ്റി ടാങ്ക്. ഇവനും ഇവൻ്റെ കുറേ അനുയായികളും കേരളത്തിലെ സംഘപരിവാറിൻ്റെയും കാസാടെയും അപ്പക്കഷ്ണം വാങ്ങിച്ച് തിന്നിട്ടാണ് ഇത്തരത്തിൽ തെമ്മാടിത്തരം പറയാൻ വേണ്ടി ഇതുപോലുള്ള സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുകൊണ്ട് കൊണയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ആദ്യം അടച്ചു പൂട്ടേണ്ടത്. കാരണം ഇതൊക്കെ പൂട്ടിയാൽ തന്നെ ഒരുവിധം കേരളം നന്നാവും. ഇങ്ങനെ മതവിദ്വേഷം പറഞ്ഞ് നടക്കുന്ന ഇവർക്കെതിരേക്ക് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? പച്ചയ്ക്ക് ഒരു സമുദായത്തെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയുന്ന പരമ ഊളനെ വിളിച്ചിരുത്തിയിട്ടാണ് ഇതിനകത്ത് അഭിപ്രായം ചോദിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. രാഹുൽ ഈശ്വർ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറയും. കാരണം അദ്ദേഹം ഒരു തികഞ്ഞ ഒരു മതേതരവാദി തന്നെയാണ്. ഇപ്പം മുസ്ലിങ്ങൾ കാണിച്ചാലും ഹൈന്ദവൻ കാണിച്ചാലും ക്രൈസ്തവൻ കാണിച്ചാലും തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനും അത് പറയാനായിട്ടുള്ള ആർജവം കാണിക്കണം.
അല്ലാതെ ഒരു മതവിഭാഗത്തെ മാത്രം എപ്പോഴും മുൻമുലയിൽ നിർത്തി അവർ മൊത്തത്തിൽ ഈ നാടിന് പ്രശ്നമാണ്, അവർ ഈ നാടിന് ആപത്താണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇവനെ പോലുള്ള മറ്റവന്മാരെയൊക്കെ ഉണ്ടല്ലോ, സത്യത്തിൽ ഈയ ഉരുകി ഇവൻ്റെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.